ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പപ്പിമോള് രോഹിത്തിനോട് ചോദിക്കുന്നു, അച്ഛൻ എന്താ ഇപ്പം വീട്ടിലോട്ട് വരാത്തത്? എന്തുവാ മോളെ? അച്ഛൻ, ഞാൻ ചോദിച്ചത് അച്ഛൻ എന്താ ഇപ്പം വീട്ടിലോട്ട് വരാത്തതെന്ന്. രോഹിത്താണെങ്കിൽ കുടിച്ച് യാതൊരു വെളിവില്ലാതിരിക്കുവാണല്ലോ. അത് പിന്നെ മോളെ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത അങ്ങോട്ട് വന്നിട്ട് പറയുക, പപ്പിമോളെ നോക്കി സുസ്മിത പറയുക, വരാത്തതേ ഇവൻ നിന്റെ അച്ഛനല്ലാത്തത് കൊണ്ട്. എടി, ഇത് നിന്റെ അച്ഛനല്ലിത്, അതുകൊണ്ട് തന്നെയാ വരാത്തത്. പപ്പിമോൾ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ട് രോഹിത് പറയുക, സുസ്മിതേ, നീ എന്തോ കുഞ്ഞിനോട് പറയുന്നേ? ഇവള് കുട്ടിയല്ലേ, ഇവളോട് ഇങ്ങനെയൊക്കെ പറയാവോ? എടാ രോഹിത്തെ, ഞാൻ പറഞ്ഞ സത്യമല്ലേടാ, അല്ലെങ്കിൽ ഇതാണ്ട് അവള് പറയട്ടെ. ശ്യാമയെ നോക്കി പറയുക. രോഹിത് അപ്പോഴാണ് ശ്യാമ അവിടെ നിൽക്കുന്നത് കാണുന്നത്. രോഹിത്താണെ നാക്ക് കുഴഞ്ഞോണ്ട് ചോദിക്കുക, നീ എന്തിനാടി ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേ? ഞാൻ അവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ചിറങ്ങി പോന്നതല്ലേ? ശ്യാമ പറയുക, അത് തന്നെയാ ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്താ തിരിച്ചങ്ങോട്ട് വരാത്തതെന്ന്. എന്നേക്കുമായി ബന്ധം ഉപേക്ഷിച്ചൊന്നും ഇറങ്ങിപ്പോന്നതല്ലല്ലോ. രോഹിത്തെ, ദേ ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾ കെട്ടിയ താലി ഇപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. രോഹിത്ത് വെളിവില്ലാതെ പറയുക, താലി? ഭൂ, അതിനെന്ത് മഹത്വവാടിയുള്ളത്? നിന്നെപ്പോലൊരു പെരുങ്കള്ളിയുടെ കൂടെ താമസിക്കാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് സ്വസ്ഥത വേണം. ശ്യാമ ചോദിക്കുക, എന്നിട്ട് സ്വസ്ഥത കിട്ടിയോ? സമാധാനം കിട്ടിയോ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? പറ്റില്ല രോഹിത്തെ. ഈ കുഞ്ഞിന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എവിടെ പോയാലും മനസമാധാനം കിട്ടില്ല. ഇത് കണ്ടുകൊണ്ട് അവിടെ ചേർലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്ന സുസ്മിത ചോദിക്കുക, എടി, നീ ഈ കുഞ്ഞിനെ ആയുധമാക്കിക്കൊണ്ടേ രോഹിത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കുവാണോ? എങ്കിലത് നടക്കില്ല മോളെ. ശ്യാമ വിട്ടുകൊടുക്കത്തില്ല. ശ്യാമ പറയുക, എൻ്റെ ഭർത്താവ് എൻ്റെ മോളെയും എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിൽക്കാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാ. പുരുഷന്മാരെ വലവീശി പിടിച്ച് അവരുടെ ചോര കുടിക്കുന്ന യക്ഷിയാ നീ. സുസ്മിത ദേഷ്യത്തോടെ ശ്യാമേ എന്നിങ്ങനെ വിളിച്ചപ്പോൾ രോഹിത്ത് പറയുന്നു, സുസ്മിതയെ വേണ്ട, എടി ശ്യാമേ, നീ കൊച്ചിനെ വിളിച്ചോണ്ട് പോ. രോഹിത്തെ, എടി പോകാനാ പറഞ്ഞത്. ഇപ്പോഴച്ഛൻ വരുന്നില്ലേ അച്ഛാ? പപ്പിമോള് ചോദിക്കുക. അച്ഛൻ വന്നോളാം മോളെ, മോളിപ്പോൾ അമ്മയോടൊപ്പം പോ. വിഷമിച്ച് നിൽക്കുന്ന പപ്പിമോളെ നോക്കി വീണ്ടും രോഹിത്ത് പറയുവാണ്, അച്ഛൻ ഉറപ്പായിട്ടും വന്നോളാം. എൻ്റെ പപ്പിമോളാണ് സത്യം. ഇല്ലച്ചാ, അച്ഛൻ വരാതെ ഞാൻ പോവില്ല. മോളെ പറയുന്നത് കേക്ക്, അച്ഛൻ വരാ, മോളിപ്പോൾ പോ. അച്ഛാ, അച്ഛൻ പറയുന്നത് ഉറപ്പാണോ? ഉറപ്പാ മോളെ. എങ്കിൽ അച്ഛൻ സത്യം ചെയ്, എൻ്റെ കയ്യിലടിച്ച് അച്ഛൻ സത്യം ചെയ്യച്ചാ. സത്യം ചെയ്യച്ചാ, വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് സത്യം ചെയ്യ്. രോഹിത്തിന്റെ മുന്നിലോട്ട് പപ്പിമോൾ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുവാണ്. രോഹിത്ത് പപ്പിമോളുടെ കയ്യെ പിടിച്ചങ്ങ് സത്യം ചെയ്യുന്നുണ്ട്, എൻ്റെ പപ്പിമോളാണ് വരാം. അച്ഛാ, ഇപ്പം ഞങ്ങൾ പോകും, പക്ഷെ അച്ഛൻ വന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ വരും. അച്ഛൻ വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? അച്ഛൻ വരാം, മോളിപ്പോൾ പൊയ്ക്കോ. എങ്കിൽ അച്ഛാ, എനിക്കൊരു ഉമ്മ വേണം. പപ്പിമോൾക്ക് ഉമ്മ താ അച്ഛാ. കുഞ്ഞിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് പെട്ടെന്ന് പപ്പിമോളെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുക്കുവാണ്. പപ്പിമോളും കെട്ടിപ്പിടിച്ച് രോഹിത്തിന് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട സുസ്മിതയ്ക്ക് തീരെ പറ്റുന്നില്ല. അവൾ അവിടെ നിന്ന് പല്ല് കടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രോഹിത്ത് ശ്യാമയോട് പറയുന്നു, ശ്യാമേ, നീ മോളെ വിളിച്ചോണ്ട് പോ. മോളെ, അച്ഛൻ വരാം കേട്ടോ. വാ അമ്മേ, നമുക്ക് പോകാം, അച്ഛൻ വരും. അച്ഛാ വരണേ അച്ഛാ. വരും മോളെ. അങ്ങനെ ശ്യാമ പപ്പിമോളെയും വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ്. പപ്പിമോള് പോകുമ്പോഴൊക്കെ തിരിഞ്ഞു നോക്കി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ വേഗം വരണേ അച്ഛാ, വേഗം വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ പോവുകയാണ്. സുസ്മിതയുടെ കണക്കുകൂട്ടലുകളൊക്കെ പിഴയ്ക്കുന്നുണ്ടോ എന്ന് അവൾക്കൊരു ഡൗട്ട്. രോഹിത്തെ, എന്താ ഇപ്പം നിനക്ക് ഇങ്ങനൊരു മാറ്റം? മോള് വന്ന് അച്ഛാന്ന് വിളിച്ചപ്പോൾ എൻ്റെ നെഞ്ച് കലങ്ങിപ്പോയി. എനിക്കങ്ങനെ മോളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. സുസ്മിതയ്ക്ക് അറിയാവോ, കുറേ നാളെ ഈ നെഞ്ചിലിട്ട് കൊണ്ട് നടന്നതാ ഞാൻ അവളെ. അതുപോലെ തന്നെയാ എനിക്ക് ആ വീടും. അതും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് അവിടേക്ക് പോകേണ്ടി വരും. എനിക്ക് എല്ലാ സൗഭാഗ്യവും തന്നത് ആ വീടാ. അതെനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. തലയ്ക്ക് വെളിവില്ലാതെയാണെങ്കിലും അവനുള്ള സത്യങ്ങളൊക്കെയാണ് പറയുന്നത്. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. സുസ്മിത പെട്ടെന്ന് അവിടെ ഇരുന്ന മദ്യക്കുപ്പി എടുത്ത് കുറച്ച് മദ്യം ഒഴിച്ച് രോഹിത്തിനങ്ങ് കൊടുക്കുവാണ്. ഇതാ രോഹിത്തെ, ഇതൂടെ കുടിക്ക്. രോഹിത്ത് ആ മദ്യം കുടിച്ചിട്ട് വീണ്ടും പറയുവാണ്, അവൾ എൻ്റെ മോളാ, എൻ്റെ മോള്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ മോളാ എന്നും പറഞ്ഞ് രോഹിത്ത് അങ്ങ് വീഴുവാണ് തറയിലോട്ട്. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് രോഹിത്ത് ഇങ്ങനെ പിച്ചും പേയും പറയുവാണ്, എൻ്റെ മോളാ, എൻ്റെ പപ്പിമോള, എൻ്റെ സ്വന്തം മോളാ. ആരെന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ മോളാ
എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുസ്മിതയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. സുസ്മിത അടുത്ത കുതന്ത്രം ഇങ്ങനെ ആലോചിക്കുവാണ്. ഇവനിനി കൂട്ടിക്കിടക്കുമെന്ന് തോന്നുന്നില്ല. ഇവനെ ഇനി ഇവിടെ കിടത്താൻ വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും. പുതിയ തന്ത്രങ്ങൾ എടുത്തേ പറ്റൂ. ഓട്ടോറിക്ഷയിൽ ശ്യാമയും പപ്പിമോളും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ശ്യാമ ഓട്ടോയിലിരുന്നങ്ങ് കരയുന്ന കണ്ട് പപ്പിമോള് ചോദിക്കുന്നു, എന്തിനാമ്മ ഇങ്ങനെ കരയുന്നത്? അച്ഛൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ. അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, അച്ഛൻ വരും. വിഷ്ണുവാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ വന്നിരുന്ന് സത്യമോളുമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുവാണ്. വിഷ്ണു അപ്പോഴിങ്ങനെ ചിന്തിക്കുവാണ്. സത്യാമ്മ വിഷ്ണുവിനോട് ചോദിക്കുവാണ്, ആ സുസ്മിത പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നീയും ശാലിനിയും കൂടെ ഒന്നിച്ചോ? ഇങ്ങനെ വിഷ്ണു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമോള് ചോദിക്കുന്നു, അച്ഛൻ എന്തുവാ ഇത്ര ആലോചിക്കുന്നേ? കുറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ ശാരദാമ്മയും അമ്മയും ഒക്കെ എവിടെ പോയി? ശാരദാമ്മ അപ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്ന് എന്നിട്ട് ശാലിനിയെ വിളിക്കുന്നുണ്ട്. അല്ലേലും ഇവൾ എങ്ങനെയാ എന്തെങ്കിലും കഴിക്കാൻ വിളിച്ചാൽ വരത്തില്ല. ഈ ആഹാരമൊക്കെ നിങ്ങൾക്ക് വിളമ്പിത്തരേണ്ട പെണ്ണാ. അവിടെ എന്തെടുക്കുവാണോ ആവോ? വിഷ്ണു പറയുന്നു, അതൊന്നും സാരമില്ലമ്മേ, അവിടെ എന്തെങ്കിലും തിരക്കിലായിരിക്കും. ശാരദാമ്മ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടും സത്യമോള് കഴിക്കുന്നില്ല. വിഷ്ണു ചോദിക്കുന്നു, എന്താ കഴിക്കുന്നില്ലേ? അതെ, എനിക്ക് ഒരാൾ വാരിത്തരണം, അത്രേ ഉള്ളൂ, അച്ഛൻ്റെ വാരിത്തരാമല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ആഹാരം വാരിക്കൊടുക്കുന്നുണ്ട്. മോളെ, ഇനി ശാരദാമ്മ വാരിത്തരാം, അച്ഛന് വേഗം കഴിച്ചിട്ട് പോകാനുള്ളതല്ലേ. വേണ്ട, എനിക്ക് എൻ്റെ അച്ഛൻ തന്നെ വാരിത്തന്നാൽ മതി. മോളെ, അച്ഛൻ കഴിക്കട്ടെ. വേണ്ടമ്മ, ഞാൻ തന്നെ വാരി കൊടുത്തോളാം. സത്യമോളെ, ഇത്രയും വലിയ കുട്ടിയായിട്ടും അച്ഛൻ വാരിത്തരണമെന്ന് വാശി പിടിക്കുന്നത് നല്ലതല്ല. അതിനെനിക്ക് അച്ഛനെ ഇപ്പോഴല്ലേ കിട്ടിയത്. ഓ, അത് ശരി. അപ്പൊ പിടിച്ച പിടിയെ ഓരോരോ കാര്യങ്ങൾ അങ്ങ് ചെയ്യിക്കുവല്ലേ? പിന്നെ അല്ലാതെ നിങ്ങൾ അമ്മയും മോളും കൂടെ ചേർന്നേ ഇത്രയും നാൾ ഓരോന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുവല്ലായിരുന്നോ? അല്ലേ അച്ഛാ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡോസ് കൊടുക്കണോ അച്ഛാ? അത്രയ്ക്ക് നമ്മളെ വിഷമിപ്പിച്ചതല്ലേ. എടി കാന്താരി, നിന്റെ ഒരു നാക്ക് എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ സത്യമോൾക്ക് വാരി കൊടുക്കാനായിട്ട് ഇങ്ങനെ സത്യമോളുടെ വായുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴേക്കും ശാലിനി ഓടി വന്ന് അവളുടെ വായിലോട്ട് അതങ്ങ് വാങ്ങിക്കുവാണ്. എന്നിട്ട് ശാലിനി പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ വല്ലപ്പോഴും സംഭവിക്കുന്നത് മഹാ അത്ഭുതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒളിച്ചിരുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. എന്നാൽ ഇനി ഒളിച്ചും പാത്തും ഇരുന്ന് വാങ്ങിക്കേണ്ട, ഇന്നാ നേരെ തന്നെ അങ്ങ് കഴിച്ചോ എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിക്കും വാരി ഊട്ടുന്നുണ്ട്. അച്ഛാ, അമ്മയ്ക്ക് മാത്രം കൊടുത്താൽ മതിയോ? എനിക്കിതാ അച്ഛാ. അയ്യോ, മക്കൾക്ക് തരാവിടെ. അമ്മ വന്നപ്പോൾ അച്ഛൻ പെട്ടെന്നങ്ങ് മറന്നുപോയി. അങ്ങനെ വിഷ്ണുവും ശാലിനിയും കൂടെയുള്ള ആ പ്രേമ സല്ലാപമൊക്കെ ശാരദാമ്മ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുവാണ്. അല്ല, അമ്മയും മോളോട് ഇങ്ങനെ വാങ്ങി കഴിച്ചോണ്ടിരുന്നാലേ വിഷ്ണുവിന് കഴിക്കണ്ടേ? മോൻ കഴിക്ക്, ഞാൻ സത്യയ്ക്ക് വാരി കൊടുക്കാം. അച്ഛാ, അച്ഛൻ എനിക്ക് വാരിത്തരുന്നത് കണ്ടിട്ടേ ഈ ശാരദാമ്മയ്ക്ക് കുശുമ്പാ. ശാരദാമ്മ പറയുക, ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനുവേ എനിക്ക് ഒരുപാടൊക്കെ വാരി തന്നിട്ടുണ്ട്, പിന്നെന്തിനാ ഞാൻ നിന്നോട് കുശുമ്പ് കാണിക്കുന്നത്? എന്നാലും എൻ്റെ അച്ഛനെ പോലെ ഇത്രയും പാവമൊന്നും ആയിരിക്കില്ല ശാരദാമ്മയുടെ അച്ഛൻ. ശാലിനി വിഷ്ണുവിന്റെ തോളിൽ കൈയിട്ടിട്ട് പറയുന്നു, പാവമാണെന്ന് ആരാ പറഞ്ഞത്? കള്ളനാ, പെരുങ്കള്ളൻ, എനിക്കല്ലേ അറിയൂ. സത്യമോള് പറയുക, അച്ഛാ, അച്ഛൻ നാളെയും വരണം, എന്നും നമുക്കിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ശാലിനി പറയുക, ഓ, നടന്നത് തന്നെ, ഇന്ന് തന്നെ പിടിച്ച പിടിയാൽ ഇവിടെ ഇരുത്തിയത് കൊണ്ടാ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. എൻ്റെ പൊന്നുമോളെ, അവിടെ ചോറും കൊണ്ട് ഇപ്പോൾ ഒരാൾ കാത്തിരിക്കുന്നുണ്ടാവും. സത്യാമ്മ കഴിച്ചില്ലെങ്കിൽ വിവരം അറിയും, അല്ലേ വിഷ്ണുവേട്ടാ? ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുക, അതെ വിഷ്ണുവേട്ട, ജോലി കിട്ടിയോ? അതെങ്ങനെയാ താൻ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. വിഷ്ണുവേട്ടൻ എവിടൊക്കെ ഇന്റർവ്യൂവിന് പോയാലും അതൊക്കെ കൃത്യമായിട്ട് അറിയിക്കാൻ എനിക്ക് ആളുണ്ട്. ഞാനേ കളക്ടറാ. ഈ ജില്ല മൊത്തം എൻ്റെ നെറ്റ്വർക്കിൻ്റെ കീഴില. ഒരു ഇല അണങ്ങിയാലും ഞാൻ അറിയും. എന്നിട്ടൊന്ന് പറഞ്ഞേ, എന്ത് ജോലിയാ കിട്ടിയത്? ലോറി ഓട്ടം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ഓട്ടത്തിലെല്ലാം ശരിയായിക്കോളുമെന്നാ സുബേർക്ക പറഞ്ഞത്. അതാരാ ഈ സുബേർക്ക? അതെ, ഒരു ലോറി ഓണറാ, വെറും പാവം ഒരു മനുഷ്യനാ. പണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ആ ലോറി വാങ്ങിച്ചതെന്നും അതിനുശേഷം ഇത്രയും ലോറിക്കൊക്കെ ഉടമയായ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമാ വിഷ്ണുവേട്ട. എന്നാലും നമുക്ക് ഈ ജോലി വേണോ വിഷ്ണുവേട്ട? ഇതല്ലാതെ മറ്റു ജോലിയൊന്നും കിട്ടില്ലേ? ഈ ജോലിക്ക് എന്താ കുഴപ്പം ശാലിനി? പണ്ട് നമ്മൾ തട്ടുകടയൊക്കെ ഇട്ടതല്ലേ, അതുപോലെയല്ല വിഷ്ണുവേട്ട ഇതിപ്പോൾ കാട്ടിലൊക്കെ തടിയെടുക്കാനൊക്കെ പോകണ്ടേ? വിഷ്ണുവേട്ട, എനിക്കെന്തോ പേടി പോലെ തോന്നുന്നു. നമുക്ക് ഈ ജോലി വേണ്ട വിഷ്ണുവേട്ട, ഇത് ഭയങ്കര റിസ്ക്കാ. ശരി, എന്നാൽ ഞാൻ പോകുന്നില്ല. അതിന് പകരം താൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതാ, എന്നിട്ട് ഞാൻ വല്ല ക്ലർക്കിൻ്റെ ജോലിയും ചെയ്യാം. കളിയാക്കൊന്നും വേണ്ട വിഷ്ണുവേട്ട, ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാ. എൻ്റെ പൊന്നു ശാലിനി, തൽക്കാലം ഞാൻ ഈ ലോറിയുടെ പണിക്ക് തന്നെ പോകുന്നത്.
എടോ ഒരല്പം ബുദ്ധിമുട്ട് കൂടിയാലുവേ നല്ല കാശ് കിട്ടുവേ. പിന്നെ ഈ MA-കാരനും BA-കാരനും ഒക്കെ ഓഫീസ് ബോയുടെ ജോലി എടുക്കാമെങ്കിലേ എനിക്ക് ഈ ഡ്രൈവർ പണി സുന്ദരമായിട്ട് എടുക്കാം. എന്നാലേ വരട്ടെ ഇംഗ്ലീഷ് ടീച്ചറെ, അവിടെ പോയി എനിക്ക് ഹാജർ വെക്കാനുള്ളതാ. ഞാൻ ഇറങ്ങുവാ, ഇനി നാളെ കാണാം എന്നും പറഞ്ഞ് ശാലിനിയുടെ കവളിലൊരു നുള്ളൊക്കെ കൊടുക്കുന്നുണ്ട്. സത്യഭാമയുടെ വീട്ടിൽ അത്താഴം വിളമ്പുവാണ്. സത്യമ്മ വലിയ സന്തോഷത്തോടെ പറയുവാണ്, ഇന്ന് അടുക്കളയിൽ കയറിയതും ഭക്ഷണം ഉണ്ടാക്കിയതും എല്ലാം ഞാനാ. ഇനി എത്ര നാൾ ഈ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടിന്ന് പൊന്നിക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമല്ല. പിന്നെ ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ലാതെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. പിള്ള ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ സത്യമേ, ഞാൻ പിന്നെ ഇരുന്നോളാം. അതൊന്നും പറ്റത്തില്ല, പിള്ള ഇവിടെ ഇങ്ങോട്ട് ഇരിക്കും. രാഘവേട്ടൻ പറയുന്നു, എടോ ഇരിക്കടോ, ഫാമ പറഞ്ഞതല്ലേ ഇവിടെ ഇരിക്കി എന്നും പറഞ്ഞ് രാഘവേട്ടൻ്റെ അടുത്ത് തന്നെ പിള്ള ഇരുത്തുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ അവർക്കൊക്കെ ചോറ് വിളമ്പുന്നുണ്ട്. പൊന്നിയോട് പറയുന്നു, പൊന്നി നീയും കൂടെ അവിടെ ഇരിക്കും. അയ്യോ സത്യമ്മ വേണ്ട, ഞാൻ അടുക്കളയിൽ. എന്താ പൊന്നി ഞാൻ പറഞ്ഞത് കേൾക്കാത്തെ? അത് പറ്റില്ല, ഇനി നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. പൊന്നി അവിടെ ഇരുന്നേ എന്നും പറഞ്ഞ് പൊന്നിയെ അവിടെ പിടിച്ചിരുത്തി സത്യാമ്മ അങ്ങനെ ഭക്ഷണം വിളമ്പുവാണ്. ഈ വീട്ടിൽ ഇനി അധിക ദിവസമൊന്നും നമ്മൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷമായിട്ടും കഴിയാം. എല്ലാവർക്കും ചിരിച്ചോണ്ട് ഭക്ഷണം വിളമ്പുന്ന സത്യഭാമയെ നോക്കിക്കൊണ്ട് രാഘവേട്ടൻ ചോദിക്കുന്നു, ഭാമയെ നീ ഇരിക്കുന്നില്ലേ? എല്ലാവർക്കും വിളമ്പിയിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാമല്ലോ രാഘവേട്ട. സത്യാമ്മയുടെ ആ മാറ്റമെല്ലാം കണ്ട് രാഘവേട്ടൻ അങ്ങ് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമയുടെ അഹന്തയും അഹങ്കാരവും ഒക്കെ ഒഴിഞ്ഞ് ഒരു പുതിയ സത്യഭാമയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി എന്താണ് സത്യാമ്മയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.